ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള 24 മില്യൺ മലയാളി ക്ലബിന്റെ ദൗത്യം കാസർഗോഡ് ജില്ലയിലെ കായിക രംഗത്തെ ചില പ്രമുഖർ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന സന്തോഷ വാർത്ത. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രവർത്തകർ MMCയുടെ ഭാഗമായി വിവിധ കായിക ഇനങ്ങളെ കോർത്തിണക്കിയ പോലെ മലയാളികളുടെ ഐക്യമാണ് MMCയിലൂടെ രൂപപ്പെടുന്നതെന്നാണ് ഇവർ പറയുന്നത്. സന്തോഷം, അഭിമാനം. ലോക മലയാളികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന മില്യൺ മലയാളി ക്ലബ്ബ് അത് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സംസ്ഥാനത്തിൻ്റെ മേലെ ലോക മലയാളികളെല്ലാം ഏറ്റെടുത്ത് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കരിപ്പൂരിലാണ്. തൃക്കരിപ്പൂരിൽ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഭാരവാഹികളും പ്രവർത്തകരുമായിട്ടുള്ള ആളുകളാണ് എനിക്കൊപ്പം ഉള്ളത്. അവരൊക്കെയും ഈ ആപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത ആളുകളുണ്ട്. ചോദിക്കാൻ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M. മനു ശരിയാണ്. ഈ ആപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്? വളരെ മികച്ച ഒരു ആശയമാണ് 24 മുന്നോട്ട് വെക്കുന്നത്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഇന്ത്യൻ ചരിത്രത്തിൽ അത് ആദ്യമായിട്ടാണ് ഒരു ആപ്പിലൂടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന കാലത്ത് നമുക്കിത് ഏറ്റവും വലിയ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് നമുക്കൊക്കെ വലിയൊരു പ്രത്യാശയുണ്ട് ഈ ഒരു ആപ്പിലൂടെ. ഇതിലിപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക അല്ലെങ്കിൽ ഒരു കൈകോർത്ത് പിടിക്കുക എന്നുള്ളൊരു ആശയമാണ് ഈ MMC മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഈ മലയാളികൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ എങ്ങനെയായിരിക്കും? തീർച്ചയായും നമുക്കറിയാം, നമ്മൾ കോവിഡും മറ്റ് പ്രളയ ദുരന്തമൊക്കെ നമ്മൾ കണ്ടപ്പോൾ മലയാളികൾ ഒന്നിച്ചൊരു നാടാണ് കേരളം. അപ്പോൾ അത്തരം നാട്ടിലേക്ക് നമുക്ക് ഈ ഒരു ആപ്പ് കൂടി വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ പോലും ഏറ്റവും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് ആപ്പുള്ളത്. ആപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നിലയിലേക്കാണ്. കാരണം ചികിത്സയായാലും മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഒരു റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളികളൊക്കെ ചേർന്ന് സഹായിക്കും. തീർച്ചയായും ആ ഒരു വലിയ സഹായം തന്നെയാണ് 24 നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇതിൻ്റെ മറ്റ് ചില പ്രവർത്തകർ ഉണ്ട്. മാഷെ, ഇങ്ങനൊരു ആശയം വരുമ്പോൾ മനുഷ്യൻ്റെ കൂട്ടായ്മ, പരസ്പര സഹകരണം, സഹായം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഊന്നിക്കൊണ്ടുള്ള ഈ പ്രവർത്തനം എല്ലാ അർത്ഥത്തിലും അഭിനന്ദനാർഹമാണ്. ഇതിൻ്റെ ഒരു കണ്ണിയാവാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എല്ലാ മലയാളികളും തയ്യാറാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനും തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് മാറും. തീർച്ചയായിട്ടും ഇവിടെ വിവിധ കായിക സംഘടനകളുടെ ഭാരവാഹികളാണ് നമുക്കൊപ്പം ചുറ്റിൽ നിൽക്കുന്ന ആളുകൾ. ഇവരൊക്കെയും സ്വാഭാവികമായും ഒരു കായിക മേഖല എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി നിൽക്കാൻ മനസ്സുള്ള ആളുകളാണ്. മാഷ് ഈ ആപ്പിനെ കുറിച്ച് നേരത്തെ തീർച്ചയായും അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഒരു ക്രിയാത്മകമായി ഏറ്റവും നല്ല നിർദ്ദേശങ്ങളൊക്കെയാണ് ആപ്പിലുള്ളത്, മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമുക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കൂടുതൽ നമ്മളുടെ ഒരു കൂട്ടായ്മക്ക് ഏറ്റവും നല്ല ഫലപ്രദമായി നടത്താൻ വേണ്ടി സാധിക്കും. തീർച്ചയായും എല്ലാ അഭിനന്ദനങ്ങളും. എന്ത് തോന്നുന്നു? ഈ ലോകത്ത് മലയാളികളില്ലാത്ത സ്ഥലം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്തുള്ള മലയാളികളെ ആയാലും സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു വലിയ മനസ്സാണ് 24 കാണിച്ചത്. ആപ്പിലാക്കി സഹായിക്കുക എന്നുള്ളതാണ് മറ്റ്. അപ്പോൾ ഈ ആപ്പ് ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. കേരള ജനത തയ്യാറാവുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും കായിക സംഘടനകളെ ചേർത്ത് പിടിക്കുന്നതാണ് ഒളിമ്പിക് അസോസിയേഷൻ. അപ്പോൾ ആ ഒളിമ്പിക് അസോസിയേഷനിലൂടെ മലയാളികളെയും ചേർത്ത് പിടിക്കാൻ ഇവർ തയ്യാറാണ് എന്ന് തന്നെയാണ് എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്നത്. തൃക്കരിപ്പൂരിൽ നിന്നും ക്യാമറമാൻ വിജേഷിനൊപ്പം പ്രദീപ് നാരായണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.